സ്റ്റുഡൻസ്, നമ്മൾ ഓർഡർ ഡിപ്റ്റെറയെ കുറിച്ചായിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഡിപ്റ്റെറ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഓർഡർ ഓഫ് ട്രൂ ഫ്ലൈസ്. ട്രൂ ഫ്ലൈസിൻ്റെ ഓർഡറാണ് ഓർഡർ ഡിപ്റ്റെറ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ പഠിച്ചതെന്ന് പറഞ്ഞാൽ 3 സബോർഡേഴ്സ് ഉണ്ടെന്ന് പഠിച്ചു. അതിൽ സബോർഡർ നെമാറ്റോസിറ, സബോർഡർ ബ്രാക്കിസിറ ആൻഡ് സബോർഡർ സൈക്ലോറാഫ. അതിൽ സബോർഡർ നെമാറ്റോസിറയുടെ കീഴിൽ വരുന്ന 2 ഫാമിലീസാണ് ഫാമിലി കുലിസിഡേ ആൻഡ് ഫാമിലി സെസിഡോമിഡേ. ഇനി നമ്മൾ അടുത്ത സബോർഡറിലേക്കാണ് പോകുന്നത്. ജിസ് സബോർഡർ ബ്രാക്കിസിറ ഇസ് ദ സബോർഡർ ഓഫ് ഷോർട്ട് ഹോൺ ഫ്ലൈസ്. ഓക്കെ, അതിൽ വരുന്ന ആദ്യത്തെ ഫാമിലിയാണ് ഫാമിലി ടെബാനിഡേ. ഫാമിലി ഓഫ് ഹോഴ്സ് ഫ്ലൈസ്. ഹോഴ്സ് ഫ്ലൈസിൻ്റെ ഫാമിലിയാണ് ഫാമിലി ടെബാനിഡേ. ദേ ആർ ബ്രിസിൽലെസ് ഫ്ലൈസ്. ബോഡിയിൽ ബ്രിസിൽസ് എന്ന് പറയുന്നത് അറിയാലോ എന്താണെന്നുള്ളത്. ക്യൂട്ടിക്കുലർ ഔട്ട് ഗ്രോത്ത് ആണ് ബ്രിസിൽസ് എന്ന് പറയുന്നത്. അപ്പം ബോഡിയിൽ ബ്രിസിൽസ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ആദ്യത്തെ ക്യാരക്ടർ. ഓക്കെ, ദെയർ ഐസ് ആർ വെരി ലാർജ് ആൻഡ് ലാറ്ററലി എക്സ്റ്റെൻഡഡ്. ഓക്കെ, അറിയാം. ആൻഡ് ദെയർ proboscis projecting adapted for piercing in the females. proboscis elongated ആയിരിക്കും ആൻഡ് ഇറ്റ് ഈസ് അഡാപ്റ്റഡ് ഫോർ പിയേഴ്സിങ് ഇൻ ഫീമെയിൽസ്. അപ്പം ഹോഴ്സ് ഫ്ലൈസ് എന്ന പേര് വരാൻ കാരണം ദേ ആർ അല്ലെങ്കിൽ ദേ സക്ക് ദ ബ്ലഡ് ഫ്രം ദി ഹോഴ്സസ് ആൻഡ് കാറ്റിൽ. അതുകൊണ്ടാണ് അവരെ ഹോഴ്സ് ഫ്ലൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ബ്ലഡ് സക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഫീമെയിൽ ഇൻസെക്ട്സ് ആണ് ബ്ലഡ് സക്ക് ചെയ്തെടുക്കുന്നത്. ഇറ്റ് ഈസ് സോ ദേ വിൽ ബി ഹാവിങ് എ പിയേഴ്സിങ് മൗത്ത് പാർട്ട്. The third antennal segment is annulated. annulated ആയിരിക്കും അവരുടെ മൂന്നാമത്തെ ആൻറ്റിനൽ സെഗ്മെൻറ്റ്. അതായത് ഫ്ലജല്ലം എന്ന് പറയുന്നത് ഇച്ചിരി annulated ആയിരിക്കും. ഈ പർട്ടിക്കുലർ ഷേപ്പിനാണ് annulated antenna എന്ന് പറയുന്നത്. The larvae are aquatic or found in moist wetland soil. They are predaceous. larvae predaceous ആയിരിക്കും. പക്ഷേ അഡൾട്ട്സിൻ്റെ കേസസിൽ വരുമ്പോൾ they suck the blood from the cattle and horses and they are vector of the anthrax disease. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, നമ്മുടെ കാറ്റിൽസിനൊക്കെ വരുന്ന ഒരു ഡിസീസാണ് ആന്ത്രാക്സ് ഡിസീസ്. ആ ആന്ത്രാക്സ് ഡിസീസ് സ്പ്രെഡ് ചെയ്യുന്നത് ഈ ഹോഴ്സ് ഫ്ലൈസ് ആണ്. ദി ആക്ടേഴ്സ് വെക്ടർ ഓഫ് ദി ആന്ത്രാക്സ് ഡിസീസ് ഓഫ് കാറ്റിൽ. ഓക്കെ, അപ്പം ഇത്രയുമാണ് ഫാമിലി ടെബാനിഡേനെ കുറിച്ച് പറയാനായിട്ട് ഉള്ളത്. നെക്സ്റ്റ് ഈസ് ദി ഫാമിലി അസിലിഡേ, ഫാമിലി ഓഫ് റോബർ ഫ്ലൈസ്. ഓക്കെ, ഫാമിലി ഓഫ് റോബർ ഫ്ലൈസ്. ദേ ആർ ഇലോങ്ങേറ്റ് bristly flies with a horny proboscis adapted for piercing. ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, ഈ കറുത്ത ഹെയർസ് ആയിട്ട് കാണുന്നില്ലേ, അതാണ് ബ്രിസിൽസ് എന്ന് പറയുന്നത്. അപ്പം they have elongate bristles on the body. They are having a horny proboscis adapted for piercing തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ ഈ ഓർഡർ ഡിപ്റ്റെറയിലെ ഒരു ബെനഫിഷ്യൽ ഇൻസെക്റ്റ് ആണ് റോബർ ഫ്ലൈസ് എന്ന് പറയുന്നത്. ദേ ആർ പ്രിഡേഷ്യസ് ഇൻസെക്ട്സ്. ഈവൻ ദോ ദിസ് പിയേഴ്സിംഗ് ആയിട്ടുള്ള മൗത്ത് പാർട്സ് ആണ് അവർക്കുള്ളതെങ്കിലും ദേ ആർ മോസ്റ്റ്ലി പ്രിഡേറ്റേഴ്സ് ആൻഡ് ദേ ആർ ബെനഫിഷ്യൽ ഇൻസെക്ട്സ്. The legs are powerful and prehensile. The abdomen is long and tapering. Long ആയിരിക്കും and it is tapering. And they are non-selective predators. മോസ്റ്റ് ആക്റ്റീവ് ആൻഡ് നോൺ സെലക്റ്റീവ് പ്രെഡേറ്റേഴ്സ്. അവർക്ക് പ്രത്യേകിച്ച് ഹോസ്റ്റ് ഒന്നും വേണ്ട, അവർക്ക് തിന്നാൻ കിട്ടുന്ന എന്ത് കിട്ടിയാലും ഇവർ തിന്നോളൂ. ഇന്നതേ തിന്നുള്ളൂ എന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, സോ ദേ ആർ നോൺ സെലക്റ്റീവ് പ്രെഡേറ്റേഴ്സ്. ഇതാണ് ഫാമിലി അസിലിഡേ. ദർ ആൻറ്റിന ഈസ് സ്റ്റൈലേറ്റ് ആൻറ്റിന, അതായത് അരിസ്റ്റേറ്റ് ആൻറ്റിനയാണ് അവർക്കുള്ളത്. ആൻഡ് ദർ വെർട്ടെക്സ് ഈസ് സങ്കൺ. വെർട്ടെക്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഹെഡിൻ്റെ നെറ്റിയുടെ പോർഷനാണ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അത് ഇച്ചിരി സങ്കണായിരിക്കും, കുഴിഞ്ഞിട്ടായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഇവിടെ നോക്കിയാൽ അറിയാം. ആൻഡ് ദേ ഹാവ് ബിയേർഡഡ് മൗത്ത്. താടി ഉണ്ടായിരിക്കും കേട്ടോ ഈ ഇൻസെക്റ്റിന്. ദേ ഹാവ് ബിയേർഡഡ് മൗത്ത്.
ഓക്കെ, അപ്പോൾ അത്ര ഈ രണ്ട് ഫാമിലീസാണ് സബ് ഓർഡർ ബ്രാക്കിസിറയിൽ വരുന്നത്. ഫാമിലി ടെബാനിഡേ വിച്ച് ഇസ് ദ ഫാമിലി ഓഫ് ഹോഴ്സ് ഫ്ലൈസ്. അപ്പോൾ ഹോഴ്സ് ഫ്ലൈസിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ദ ഫീമെയിൽ അഡൾട്ട്സ് സക്ക് ദ ബ്ലഡ് ഫ്രം ദി കാറ്റിൽ ആൻഡ് ഹോഴ്സസ് ആൻഡ് ദേ ആർ വെക്ടേഴ്സ് ഓഫ് ആന്ത്രാക്സ് ഡിസീസ്. അപ്പോൾ ആന്ത്രാക്സ് ഡിസീസിൻ്റെ വെക്ടർ ആരാണെന്ന് ചോദിച്ചാൽ ഫാമിലി ടെബാനിഡേ എന്ന് എഴുതിക്കണം. അപ്പോൾ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് സയൻറ്റിഫിക് നെയിമൊന്നും പഠിക്കാനില്ല, അതുകൊണ്ട് ഫാമിലി ഏതാണ് എന്നുള്ളത് എഴുതിയാൽ മതി. അല്ലെങ്കിൽ ഇൻസെക്റ്റിൻ്റെ പേരായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, ഹോഴ്സ് ഫ്ലൈ ആണോ ഹൗസ് ഫ്ലൈ ആണോ ഏത് വേണമെങ്കിലും ചോദിക്കാം. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഹോഴ്സ് ഫ്ലൈ ആണ് ആന്ത്രാക്സ് സ്പെല്ല് ചെയ്യുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മൾട്ടിപ്പിൾ ചോയ്സിൽ നിന്ന് സെലക്ട് ചെയ്യാനായിട്ട് പറ്റണം. ദെൻ ഫാമിലി അസിലിഡേ വിച്ച് ഇസ് ദ ഫാമിലി ഓഫ് റോബർ ഫ്ലൈസ്. അപ്പം അതിനെക്കുറിച്ച് ഓർത്തിരിക്കേണ്ടത് ഇറ്റ് ഈസ് എ ബെനഫിഷ്യൽ ഇൻസെക്റ്റ് വിച്ച് ഈസ് എ നോൺ സെലക്റ്റീവ് പ്രിഡേറ്റർ. ഓക്കെ, നെക്സ്റ്റ് കമ്മിങ് ടു ദി സബ് ഓർഡർ സൈക്ലോറാഫ. അതാണ് മൂന്നാമത്തെ സബ് ഓർഡർ. അതിൽ ആദ്യത്തെ ഫാമിലി എന്ന് പറയുന്നത് ഫാമിലി സെർഫിഡേ, ഫാമിലി ഓഫ് ഹോവർ ഫ്ലൈസ് അല്ലെങ്കിൽ ഫ്ലവർ ഫ്ലൈസ്. ഫാമിലി സെർഫിഡേ ഇതും ഒരു ബെനഫിഷ്യൽ ഇൻസെക്റ്റ് ആണ്. റോബർ ഫ്ലൈസിനെ പോലെ തന്നെ ഹോവർ ഫ്ലൈസും ഒരു ബെനഫിഷ്യൽ ഡിപ്റ്ററൻ ഇൻസെക്റ്റ് ആണ്. They are moderate to large size flies with a brightly colored markings, almost always bristleless. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം ഇതിൻ്റെ ബോഡിയിൽ ബ്രിസിൽസ് ഇല്ല അല്ലേ, ഹെയർസും കാര്യങ്ങളൊന്നുമില്ല, സ്മൂത്താണ്, ക്ലീൻ ബോഡിയാണ്. ഓക്കെ, സോ ദേ ക്യാൻ ബി മോഡറേറ്റ് ടു ലാർജ് സൈസ്ഡ് ആയിരിക്കും ആൻഡ് ദേ ആർ ബ്രൈറ്റ്ലി കളേർഡ് മാർക്കിങ്സ്. അവരുടെ ബോഡിയിൽ ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുള്ള മാർക്കിങ്സ് കാണാനായിട്ട് പറ്റും. ദെൻ ദേ ഹാവ് അരിസ്റ്റേറ്റ് ആൻറ്റിനെ. ഇതാണ് പർട്ടിക്കുലർ ആയിട്ടുള്ള അരിസ്റ്റേറ്റ് ആൻറ്റിനെയാണ് അവർക്ക് ഉള്ളത്. ദെൻ വീനാസ്പ്യൂറിയ, ഇവരുടെ വെയിനിന് ഒരു പ്രത്യേകതയുണ്ട്. അതായത് അവരുടെ വിങ് വീനേഷനിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒരു തിക്കനിങ് ഉണ്ട്. അതിന് പറയുന്ന പേരാണ് വീനാസ്പ്യൂറിയ അല്ലെങ്കിൽ സ്പ്യൂറിയസ് വെയിൻ. രണ്ട് രീതിയിലും പറയാം, വീനാസ്പ്യൂറിയ അല്ലെങ്കിൽ സ്പ്യൂറിയസ് വെയിൻ. നിങ്ങളുടെ ടെക്സ്റ്റിൽ അതിന് സ്പ്യൂറിയസ് വെയിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് സീൻ ബിറ്റ്വീൻ ദി റേഡിയസ് ആൻഡ് ദി മീഡിയൻ വെയിൻസ്. ഓക്കെ, നമ്മൾ സ്പ്യൂറിയസ് വെയിൻ കാണുന്നത് റേഡിയസ് വെയിനും പിന്നെ മീഡിയൻ വെയിനും ഇടയിലാണ്. ഇതൊരു തിക്കനിങ് ആയിട്ട്, ജസ്റ്റ് ഒരു തിക്കനിങ് ആയിട്ടാണ് ഇത് കാണുന്നത്. പർട്ടിക്കുലർ വെയിൻ ആണെന്നൊന്നും പറയാൻ പറ്റത്തില്ല. ഇറ്റ്സ് ജസ്റ്റ് എ തിക്കനിങ്, ഒരു വര പോലെ നമുക്കത് കാണാനായിട്ട് പറ്റും. ഈ പിക്ചറിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതാ അവിടെ ഒരു വെയിൻ തിക്കനിങ് കാണാൻ പറ്റും. അതിന് പറയുന്ന പേരാണ് വീനാസ്പ്യൂരിയ. അപ്പോൾ വീനാസ്പ്യൂരിയ ഏത് ഫാമിലിയിലാണ് കാണുന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് സെർഫിഡേ. ഇറ്റ് ഈസ് എ വെയിൻ ലൈക്ക് തിക്കനിങ്, വെയിൻ അല്ല, വെയിൻ ലൈക്ക് തിക്കനിങ് ആണ് of the vein membrane and may be distinguished from the other veins in being faint and terminating without association with the other veins. അതൊരു വെയിൻ ലൈക്ക് തിക്കനിങ് ആണ് ആൻഡ് ഇറ്റ് ക്യാൻ ബി ഡിസ്റ്റിങ്വിഷ്ഡ്. എങ്ങനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും? അതിൻ്റെ തിക്നെസ്, മീൻസ് അതിൻ്റെ തിക്നെസ് കുറവായിരിക്കും, ബാക്കിയുള്ള വെയിൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അത് ഫെയിൻ്റ് ആയിരിക്കും. ആൻഡ് ഇറ്റ് ടെർമിനേറ്റ്സ് വിത്തൗട്ട് അസോസിയേഷൻ വിത്ത് അതർ വെയിൻസ്. അതർ വെയിൻസുമായിട്ട് യാതൊരു കണക്ഷനും ഉണ്ടാകത്തില്ല. സാധാരണഗതിയിൽ വെയിനിന് തമ്മിൽ കളക്ഷൻ ഉണ്ടാവുകയും അതല്ലേ, വെയിൻസും ക്രോസ് വെയിൻസും ഉണ്ടാവും. ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആ വിങ്ങിലൊരു വല അത്രയേ ഉള്ളൂ. വീനാസ്പ്യൂറിയ അല്ലെങ്കിൽ സ്പ്യൂറിയസ് വെയിൻ. സെർഫിഡ്സിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവരുടെ ലാർവയാണ്. ദേ ആർ എന്താ പറയുക, പ്രെഡേറ്റേഴ്സ് ഓഫ് ഏഫിഡ്സ്. ഓക്കെ, സെർഫിഡ്സിൻ്റെ ലാർവ എന്ന് പറയുന്നത് ദേ ആർ പ്രെഡേറ്റേഴ്സ് ഓഫ് ഏഫിഡ്സ്. ഇതാണ് സെർഫിഡിൻ്റെ ലാർവ എന്ന് പറയുന്നത്. ഓക്കെ, സോ ദ ലാർവ റിങ്കിൾഡ് ഓർ സ്ലഗ് ലൈക്ക് ഇൻ അപ്പിയറൻസ്, സ്ലഗ് പോലെ ആയിരിക്കും ഇരിക്കുന്നത്. ടേപ്പറിങ് ടു എ പോയിന്റ് അറ്റ് ദി ഹെഡ്. They are usually brown or green with whitish areas and surface pupate in the soil or above ground in leaves and plant material. അത് ഫീഡ് ചെയ്യുന്നത്, അതായത് ലാർവ ഫീഡ് ചെയ്യുന്നത് ഏഫിഡ്സിനെ ആയിരിക്കും. മോസ്റ്റ്ലി ദേ ഫീഡ് ഓൺ ഏഫിഡ്സ് ആൻഡ് അതർ മൈന്യൂട്ട് ഇൻസെക്ട്സ്, മീലി ബഗ്സിനെ ഒക്കെ ഫീഡ് ചെയ്യും. മേജർ ഫുഡ് എന്ന് പറയുന്നത് എഫിഡ്സ് ആയിരിക്കും. എഫിഡ്സിൻ്റെ ഒരു വലിയ ഏഫിഡ് കൺട്രോളിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഇൻസെക്റ്റാണ് സെർഫിഡ്സ് എന്ന് പറയുന്നത്. Okay, and they pupate in the soil or above ground in the plant material. The syrphid fly larvae feed on soft-bodied insects, particularly aphids. As many as 400 aphids may be consumed by one larvae during its development. ഇപ്പോൾ നോക്കണം, നമുക്ക് ഒരു സർഫിഡ് ലാർവ ഉണ്ടെങ്കിൽ 400 ഏഫിഡ്സിനെ വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ ഏഫിഡ് പോപ്പുലേഷനെ നമുക്ക്
നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എന്ത് വെച്ചിട്ട്? സിർഫിഡ്സിനെ വെച്ചിട്ട്. അതാണ് ഇതിൻ്റെ ഒരു എന്താ ബയോ കൺട്രോളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസെക്റ്റാണ് സിർഫിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ കമ്മിങ് ടു ദ നെക്സ്റ്റ് ഫാമിലി ഡ്രോസോഫിലിഡേ. നിങ്ങൾ ജനറ്റിക്സ് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഇൻസെക്റ്റാണ് ഫാമിലി ഡ്രോസോഫിലിഡേ, വിച്ച് ഈസ് ദ ഫാമിലി ഓഫ് ഫ്രൂട്ട് ഫ്ലൈസ് അല്ലെങ്കിൽ പൊമേസ് ഫ്ലൈസ്. ഓക്കെ, പൊമേസ് ഫ്ലൈസ്. ദേ ആർ ഫ്ലൈസ് വിത്ത് എ ലൈറ്റ് റെഡ് ഐസ്. നോക്കിയാൽ അറിയാം നിങ്ങൾക്ക്, റെഡ് ഐസ് ആയിരിക്കും ഉള്ളത്. ആൻഡ് എക്സാമ്പിൾ പൊമേസ് ഫ്ലൈ, ദാറ്റ് ഈസ് ഡ്രോസോഫില മെലനോഗാസ്റ്റർ. Pommes fly Drosophila melanogaster, which is extensively used in the study of animal genetics. ആനിമൽ ജനറ്റിക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു ഇൻസെക്റ്റാണ് ഡ്രോസോഫിലിഡേ എന്ന് പറയുന്നത്. ബിക്കോസ് ദർ ലൈഫ് സൈക്കിൾ ഇസ് വെരി ഷോർട്ട്. ഇത് ഉപയോഗിക്കാൻ കാരണം എന്ന് വെച്ചാൽ അവരുടെ ലൈഫ് സൈക്കിൾ വെരി ഷോർട്ടാണ്. അപ്പോൾ നമ്മൾ ഒരു എക്സ്പെരിമെൻറ്റ് നടത്തിയാൽ 7 ദിവസത്തിനുള്ളിൽ, ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞാൽ 7 days ഉണ്ടല്ലോ, ആ 7 ദിവസത്തിനുള്ളിൽ നമുക്ക് റിസൾട്ട് കിട്ടും. അതിന് മാറ്റമുണ്ടോ, മ്യൂട്ടേഷൻ പോലുള്ള തിയറീസ് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്രോസോഫിലിഡേ എടുക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു ഇൻസെക്റ്റിനെ, ഇതിൻ്റെ ഒരു ജനറേഷനെ മ്യൂട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ മ്യൂട്ടേഷൻ ഒബ്സർവ് ചെയ്യുന്നത് 2nd or 3rd ആയിട്ടുള്ള ജനറേഷനിലായിരിക്കും. അപ്പോൾ ജനറേഷൻ ഗ്യാപ്പ് ഇവർ വളരെ കുറവായതുകൊണ്ട്, അതായത് ലൈഫ് സൈക്കിൾ 7 ദിവസമല്ലേ, അപ്പം നമുക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നത് കൊണ്ടാണ് നമ്മൾ ഡ്രോസോഫില മെലനോഗാസ്റ്ററിനെ ജനറ്റിക് സ്റ്റഡീസിന് വേണ്ടി കൂടുതൽ ഉപയോഗിക്കുന്നത്. ഇതാണ് ഡ്രോസോഫില മെലാനോഗാസ്റ്റർ. അത് ഈ ക്വസ്റ്റ്യൻ വരാം, മീൻസ് അത് 1 word ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്. വിച്ച് ഇൻസെക്ട് ഈസ് യൂസ്ഡ് ഫോർ ദി സ്റ്റഡി അല്ലെങ്കിൽ ജനറ്റിക് സ്റ്റഡീസ് ഓഫ് ആനിമൽസ്, അല്ലെങ്കിൽ ആനിമൽ ജനറ്റിക്സിൻ്റെ സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇൻസെക്റ്റിൻ്റെ പേര് ചോദിച്ചാൽ ഇറ്റ് ഇസ് ഡ്രോസോഫില മെലാനോഗാസ്റ്റർ, വിച്ച് ഇസ് ദ പൊമേസ് ഫ്ലൈ. ചിലപ്പോൾ കോമൺ നെയിം ആയിരിക്കും ചോദിക്കുന്നത്, സയൻറ്റിഫിക് നെയിം ചോദിക്കണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, they are having plumate, aristate antenna അത്രേ ഉള്ളൂ. The larvae are generally associated with the rotting fruit or other organic matter where they feed on microorganisms, especially yeast. ഇപ്പോൾ ലാർവയുടെ ഫുഡായിട്ട് യൂസ് ചെയ്യുന്നത് ഈസ്റ്റ് ആണ്. Okay, rotting fruit and other organic matter which they feed on microorganisms, especially yeast. Then many species of Drosophila are used in research, and this genus radiated into hundreds of species on the Hawaiian Islands. ഓക്കെ, ഒന്നുമില്ല, ജനറ്റിക് സ്റ്റഡീസിന് വേണ്ടി യൂസ് ചെയ്യുന്നത് അറിഞ്ഞിരുന്നാൽ മതി. നെക്സ്റ്റ് ഫാമിലി ഈസ് ഫാമിലി മ്യൂസിഡേ. മ്യൂസിഡേ എന്ന് പറയുന്നത് നമ്മുടെ ഹൗസ് ഫ്ലൈസിൻ്റെ ഫാമിലിയാണ്. ഫാമിലി മ്യൂസിഡേ, നമ്മൾ ഓൾറെഡി ക്യാരക്ടേഴ്സ് അറിയാം. അവരുടെ മൗത്ത് എന്ന് പറഞ്ഞാൽ സ്പോഞ്ചിങ് ടൈപ്പ് മൗത്ത് പാർട്സ് ആയിരിക്കും. ആൻഡ് ദേ ഹാവ് ടെലിസ്കോപ്പിക് അബ്ഡോമൻ. ടെലിസ്കോപ്പിക് അബ്ഡോമൻ എന്ന് വെച്ചാൽ അവരുടെ അവസാനത്തെ അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ്, അതായത് മൊത്തം 11 അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സ് ഉണ്ട്. ആ 11 അബ്ഡോമിനൽ സെഗ്മെൻറ്റ്സിലെ അവസാനത്തെ ഒരു 7, 8, 9, 10 ആ അവസാനത്തെ ഒരു 3-4 സെഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് റിട്രാക്റ്റൈൽ ആയിരിക്കും. അത് എന്താ പറയുക, പുറത്തേക്ക് തള്ളാനും അകത്തേക്ക് വലിക്കാനും കഴിവുള്ള ടൈപ്പായിരിക്കും. അതിന് അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് അബ്ഡോമന് പറയുന്ന പേരാണ് ടെലിസ്കോപ്പിക് അബ്ഡോമൻ. അതിന് നമ്മൾ അല്ലെങ്കിൽ സ്യൂഡോ ഓവിപോസിറ്റർ എന്നും പറയും, കാരണം അത് അങ്ങനെ ഒരു പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. ദ അരിസ്റ്റ ഈസ് പ്ലൂമോസ് വിത്ത് ഇൻ ദി അപ്പർ ഹാഫിൽ അത് പ്ലൂമോസ് ആയിരിക്കും. പ്ലൂമോസ് എന്ന് വെച്ചാൽ ഹെയറി ആയിരിക്കും. ബേസൽ പോർഷൻ ഹെയറി അല്ലായിരിക്കും, ഗ്ലോബോസ് ആയിരിക്കും. The housefly is Musca domestica. Houseflyയുടെ പേര് Musca domestica is found in all types of rotting putrid substances. Adults are non-vectors of typhoid fever, dysentery, anthrax, yaws. Yaws എന്ന് പറഞ്ഞാൽ it is a tropical disease caused by spirochete, produces skin and mucous membrane lesions and later bone lesions. ഓക്കെ, നിങ്ങളത് അറിഞ്ഞിരുന്നാൽ മതി. ടൈഫോയിഡ് ഫീവറും ഡിസെൻട്രി പോലുള്ള ഇൻസെക്ട്സ് മീൻസ് ഡിസീസസിൻ്റെ കാരിയറാണ് മസ്ക ഡൊമസ്റ്റിക്ക. ഓക്കെ ഓക്കെ അതാണ് ഫാമിലി മ്യൂസിഡേ, ഫാമിലി ഓഫ് ഹൗസ് ഫ്ലൈസ്. ഹൗസ് ഫ്ലൈയുടെ സയൻറ്റിഫിക് നെയിമാണ് മസ്ക ഡൊമസ്റ്റിക്ക.
നെക്സ്റ്റ് ഇസ് ദ ഫാമിലി ടാക്കിനിഡേ. ഫാമിലി ടാക്കിനിഡേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. കാരണം ബാക്കി 2-3 ഓർഡേഴ്സ് ഫാമിലീസ് വരുന്നുണ്ട്. അത് ഈ ക്ലാസ്സിൽ തീരത്തില്ല. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പോൾ ഇത്രയും അറിഞ്ഞിരിക്കുക. നമ്മൾ ഈ ക്ലാസ്സിൽ സബ് ഓർഡർ ബ്രാക്കിസെറയുടെ 2 ഫാമിലീസ്, അതായത് ഫാമിലി അസിലിഡേ ആൻഡ് ഫാമിലി ടെബാനിഡേ, ആൻഡ് സബ് ഓർഡർ സൈക്ലോറാഫയുടെ 2 ഫാമിലീസ്, സെർഫിഡേ, ഡ്രോസോഫിലിഡേ ആൻഡ് മ്യൂസിഡേ, 3 ഫാമിലീസാണ് നമ്മൾ പഠിച്ചത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക.